മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം. കെ. കരുണാകരൻ ഉമ്മൻചാണ്ടി സർക്കാരുകളിൽ വനം മന്ത്രിയായിരുന്നു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം? സംസ്കാര ചടങ്ങുകൾ എന്തൊക്കെയാണ്? എപ്പോഴാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? അതിര ഇന്ന് രാവിലെ 9:35 മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ.പി. വിശ്വനാഥന്റെ അന്ത്യം സംഭവിച്ചു. ഇദ്ദേഹം ഏറെ നാളായി വൃക്കരോഗത്തിന് ഡയാലിസിസ് ചികിത്സ നടത്തി വരികയായിരുന്നു. ഇന്ന് രാവിലെയും ഇത് പ്രകാരം ഡയാലിസിസ് ചികിത്സയ്ക്കായി തൃശൂർ കുറുക്കഞ്ചേരിയിലെ എലൈറ്റ് ആശുപത്രിയിലെത്തി. ഡയാലിസിസിനെതിരെ പൊടുന്നനെ രക്തസമ്മർദ്ദം താഴുകയായിരുന്നു. ഇതിനിടെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. 82 വയസ്സായിരുന്നു. ഡോക്ടർമാർ ഉടൻ മരണം സ്ഥിരീകരിച്ചു. വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികായനായ ഒരു നേതാവായിരുന്നു കെ.പി. വിശ്വനാഥൻ. 2 തവണ അദ്ദേഹം വനം മന്ത്രിയായിട്ടുണ്ട്. അതുകൂടാതെ നിരവധി തവണ എം.എൽ.എ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് 1940-ലാണ് അദ്ദേഹം ജനിച്ചത്. തുടർന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് ബിരുദം നേടി. ഇതിനുശേഷം അഭിഭാഷക പരിശീലനം നേടി. അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസ് വഴി സംഘടനാ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. 1967 മുതൽ 70 വരെ യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 77-ലും 80-ലും കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം എം.എൽ.എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ 87, 91, 96, 2001 വർഷങ്ങളിൽ കൊടകര മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 91 മുതൽ 94 വരെ കെ. കരുണാകരന്റെ മന്ത്രിസഭയിലും അതുപോലെ 2004 മുതൽ 2005 വരെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അദ്ദേഹം വനം മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ 2006-ലും 2011-ലും കൊടകരയിൽ നിന്നും മത്സരിച്ചെങ്കിലും CPM-ലെ രവീന്ദ്രനാഥിനോട് അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വനം മന്ത്രിയായിരിക്കെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനത്തിലും അതുപോലെ വനസംരക്ഷണത്തിലും കൈവരിച്ച നേട്ടത്തിന് ആന്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അതുപോലെ മികച്ച പാർലമെന്റേറിയന് നൽകുന്ന അവാർഡായ മാതൃക സാമാജിക അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. മാത്രമല്ല, രാഷ്ട്രീയപരമായി നോക്കിയാൽ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം കോൺഗ്രസിൽ വഹിച്ചിട്ടുണ്ട്. KPCC എക്സിക്യൂട്ടീവ് അംഗം, അതുപോലെ തൃശൂർ DCC സെക്രട്ടറി, കോൺഗ്രസ് പാർലമെന്ററി അംഗം, ഖാദി ബോർഡ് അംഗം, KSRTC ഡയറക്ടർ ബോർഡ് അംഗം, അതുപോലെ തൃശൂർ ജില്ലാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ, ഡയറക്ടർ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം മൃതദേഹം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ വസതിയായ പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ആശുപത്രിയിലെത്തി. തുടർന്ന് വീട്ടിലേക്കും നിരവധി രാഷ്ട്രീയ നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് പൊതുദർശനം, സംസ്കാരം, ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി കൂടിയാലോചിച്ച് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം വരുമെന്നാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാട്രയാക്കിലുള്ള വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ആതിര. ശരി അനീഷ്. മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ.പി. വിശ്വനാഥൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെയാണ് മരണം. കെ. കരുണാകരൻ ഉമ്മൻചാണ്ടി സർക്കാരുകളിൽ വനം മന്ത്രിയായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.